അപ്പോൾ നമുക്ക് ഇന്ന് എങ്ങനെ ക്രോഷ ഉണ്ടാക്കാവ് എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു വലിയ ഒരു സെറ്റ് യാണും പിന്നെ ഹുക്കുമാണ്. ഹുക്ക് എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഞാനിപ്പോൾ ഇതാണ് എടുത്തേക്കുന്നത്. കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഞാനിപ്പോൾ ഈ കളറാണ്, ഗ്രീൻ കളറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് ക്രോഷേ ഫസ്റ്റ് നമുക്ക് സ്ലിപ്പ് നോട്ടാണോ ചെയ്യേണ്ടത്. സ്ലിപ്പ് നോട്ടിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് യാൺ നമ്മുടെ കയ്യിലോട്ട് എടുക്കുക. കാണിച്ചു തരാം. ഈ 2 വിരലായിട്ട് നമ്മൾ നമ്മുടെ യാൺ എടുക്കണം. യാൺ ഈ 2 വിരലിൽ ആദ്യമേ ഇങ്ങോട്ടും പിന്നെ അതിൻ്റെ ബാക്കിലോട്ടുമായിട്ട് ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ ഈ ഹുക്ക് ഇങ്ങനെ കയറ്റി ഇങ്ങനെ വലിക്കണം. വലിക്കുമ്പോൾ അതേ നമുക്കിവിടെ ഒരു കെട്ട് വീഴും. ഇതിനെയാണ് നമ്മൾ സ്ലിപ്പ് നോട്ട് എന്ന് വിളിക്കുന്നത്. ഈ ഒരു കെട്ടിനെയാണ് നമ്മൾ സ്ലിപ്പ് നോട്ട് എന്ന് വിളിക്കുന്നത്. ഇനിയെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്ന ഇതെടുക്കും. അപ്പം ഞാൻ നിങ്ങൾക്ക് തുടക്കക്കാർക്ക് വേണ്ടി സിമ്പിളാക്കി തരുവാണ്. നമ്മൾ എന്തുവാ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കൈ പിടിക്കുക. അതായത് ഇങ്ങനെ ടൈറ്റ് ആയിരിക്കണം. എന്നിട്ട് ഈ ലെഫ്റ്റ് സൈഡിലോട്ടേ ചെയ്യാവുള്ളൂ. ഇങ്ങനെ ചെയ്യല്. ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കയറ്റിയിട്ട് നമ്മൾ ഇങ്ങനെ ഈ പൊസിഷനിൽ വലിക്കും. ഒരുപാട് ടൈറ്റ് ആവല്ലേ. ഒരുപാട് ടൈറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് കയറ്റാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ സ്ലിപ്പ് നോട്ട് ഇച്ചിരി ലൂസാക്കണം. എന്നിട്ട് അത് ടൈറ്റ് ആക്കണം. ഇത്രയും ടൈറ്റ്നെസ് ഒക്കെ ആവശ്യം മതി. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ കയ്യിലോട്ട് ഇച്ചിരി യാണെടുക്കണം. ഇച്ചിരി എന്ന് പറഞ്ഞാൽ ഒത്തിരി ആയി പോവല്. ഇച്ചിരി എന്ന് പറയുമ്പോൾ വളരെ കുറച്ചും എടുക്കല്ലേ. നമുക്ക് ഒരു മീഡിയം ലെവലിന് നമുക്ക് ആവശ്യമുള്ള അത്ര. നമ്മളിപ്പോൾ സ്ലിപ്പ് നോട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ലിപ്പ് നോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചെയിനാണ്. ഒരു ചെയിൻ ഇങ്ങനെ ഉണ്ടാക്കാം. ഇങ്ങനെ നമ്മുടെ സ്ലിപ്പ് നോട്ട് ശ്രദ്ധിക്കണം. ഇച്ചിരി ലൂസായിട്ടിരിക്കണം. ഒരുപാട് ടൈറ്റായിട്ടിരുന്നാൽ നമ്മുടെ ഈ ഹുക്കിന് കയറാനുള്ള സ്ഥലം ആവശ്യമുണ്ട്. ഇങ്ങനെ കയറ്റി ഇതിനകത്തോട്ട് നമ്മൾ കയറ്റണം. ഒന്നും കൂടെ കാണിച്ചു തരാം. ഇങ്ങനെ കയറ്റിയിട്ട് ഈ ഒരു ഊട്ടയിലോട്ട് കയറ്റണം. ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ ടൈറ്റ് ആവാൻ പാടില്ല. അതിൻ്റെ ഇടയ്ക്ക് ടൈറ്റ് ആവുകയാണെങ്കിൽ അത് ലൂസാക്കി കൊടുക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ യാൺ കുടുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കണം. എൻ്റെ ഈ ക്യാമറയുടെ സ്റ്റാൻഡൊന്നും ഇല്ല. ഇപ്പം ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് ഒതുക്കി വെച്ചേക്കുവാണിത്. നമ്മളിങ്ങനെ കയറ്റണം. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്കിത് ഇങ്ങനത്തെ ഒരു സംഭവം കിട്ടും. ഇതിനെയാണ് നമ്മൾ ചെയിൻ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ക്യാമറ ആയതുകൊണ്ട് നിങ്ങൾക്ക് ശരിക്കും അത് കാണാൻ പറ്റുന്നില്ലായിരിക്കും. ഇതൊരു ഷേപ്പിലാണ് കേട്ടോ ഇരിക്കുന്നത്, കറക്റ്റ് ചെയിനിൻ്റെ. ഇങ്ങനെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കൊരു ചെയിന് കിട്ടും. ഇനി നമ്മൾ സിംഗിൾ ക്രോഷയാണ് ചെയ്യാൻ പോകുന്നത്. സിംഗിൾ ക്രോഷ എന്ന് പറയുമ്പം ഇങ്ങനെ നമ്മൾ കൈ പിടിക്കണം. ഹുക്ക് നമ്മൾ ഈ ചെയിനിൻ്റെ
ഊട്ടയിലോട്ട് കയറ്റണം. ചെയിൻ നമ്മുടെ ഈ ഒരു ഊട്ടയിലോട്ട് കയറ്റണം. ചെയിൻ ഇങ്ങനെ വിട്ടു പോവുകയാണെങ്കിൽ അത് വെച്ചിരുന്ന ഊട്ടയിലോട്ട് തന്നെ കയറ്റാൻ പറഞ്ഞിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഊട്ടയിലോട്ട് കയറ്റി കൊടുക്കണം. എന്നിട്ട് വീണ്ടും നമ്മുടെ പഴയ പരിപാടി ചെയിനിങ് ചെയ്ത് കൊടുക്കണം. അത് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതിനെയാണ് നമ്മൾ സിംഗിൾ ക്രോഷ്യ എന്ന് വിളിക്കുന്നത്. 3 തവണ അങ്ങനെ ചെയ്യല്. ഡബിളാക്കി മാത്രമേ ചെയ്യാവുള്ളൂ. ട്രിപ്പിളാക്കി ചെയ്ത് കഴിഞ്ഞാൽ അത് കുളമാകും. അപ്പോഴേ പറഞ്ഞേക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ബൈ ബൈ.